തിടുക്കപ്പെട്ടുള്ള ഒരു പരിഷ്കാരമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോഴല്ലെങ്കിൽ എപ്പോൾ എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ കെ.ബി. ഗണേഷ് കുമാർ എന്ന ഗതാഗത മന്ത്രി എന്ന നിലയിൽ നന്നായി പ്രവർത്തിക്കുന്ന ഒരാളാണെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് മുമ്പായിരുന്നപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു അഭിപ്രായമുള്ളത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം 100ഉം 120ഉം ടെസ്റ്റുകൾ നടത്തുന്നു. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ AMVAയും MVAയും ചേർന്നാണ് ടെസ്റ്റ് നടത്തുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരാളുടെ ടെസ്റ്റ് പൂർത്തിയാക്കാൻ എത്ര സമയം വരും? നമുക്ക് പറഞ്ഞതുപോലെ ഈ ടെസ്റ്റുകളിലൂടെയൊക്കെ ഇപ്പോൾ പുതിയ എന്താണ് സിഗ്സാഗ് ടൈപ്പ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. പുതിയ രീതിയിലാണ് എല്ലാ ടെസ്റ്റും. നമ്മൾ കടന്നുപോയ രീതിയിലല്ല. അതാണെങ്കിൽ തന്നെയും സമയമെടുക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കണക്ക് പറയും 100ഉം 120ഉം ടെസ്റ്റുകൾ ഒരു ദിവസം ചെയ്യാന്ന് വെച്ചാൽ 4 മണിക്കൂറാണ് ചെയ്യാറുള്ളത്. രാവിലെ 10 മുതൽ ഉച്ച വരെയാണ് സാധാരണ ടെസ്റ്റ് നടക്കുക. അപ്പോൾ 2 മിനിറ്റിലും 3 മിനിറ്റിലും ഒരാളുടെ ടെസ്റ്റ് കഴിയാണ്. അപ്പോൾ എന്താണ് ഇവർ ചെയ്തിട്ടുള്ളത്? അപ്പോൾ ടെസ്റ്റ് നടക്കുന്നില്ല എന്ന് മാത്രമല്ല, പെട്ടെന്ന് തന്നെ ആളുകളെ കയറ്റി വിടുന്നു. അവർക്ക് ലൈസൻസ് കൊടുക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ ഡ്രൈവിംഗ് സ്കൂളുകളും MVAയുമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധം പലയിടത്തും പിടിക്കപ്പെട്ടിട്ടുണ്ട്. ആ ബന്ധം എന്ന് പറയുന്നത് പണമിടപാട് ബന്ധമാണ്. ഈ നമുക്കറിയാലോ, ഡ്രൈവിംഗ് സ്കൂളുകളിൽ കൃത്യമായൊരു ഫീസ് നിരക്കില്ല. ഒരു യൂണിഫോം 8,000 മുതൽ 15,000 അത് പല രൂപത്തിലാണ്, പല സ്ഥലത്തും ഓരോ രീതിയിലാണ് ഈടാക്കുന്നത്. അപ്പോൾ അതിനൊരു യൂണിഫോമിറ്റി വേണം. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് തന്നെ പല രൂപത്തിൽ ഇവിടെ ഇടപാട് നടക്കുന്നുണ്ട്. അപ്പോൾ പൈസ കൊടുത്തുകൊണ്ട് ലൈസൻസ് നേടുന്ന സാഹചര്യം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഗതാഗത മന്ത്രി ഇത് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ദിവസം 30 ടെസ്റ്റ് മതി എന്ന് പറയുന്നത്. അന്ന് തന്നെ ഉയർന്ന പ്രതിഷേധം നമ്മൾ കണ്ടതാണ്, അല്ലേ? അപ്പോൾ അത് എങ്ങനെയെങ്കിലും അതിനെ എതിർക്കുക എന്നുള്ളത് ഈ കൂട്ടുണ്ടല്ലോ, ഈ കൂട്ട് തകർക്കുന്ന ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഈ വലിയ പ്രതിഷേധം ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ പരസ്യമായി പ്രകടിപ്പിക്കാൻ കഴിയില്ല. പകരം ഡ്രൈവിംഗ് സ്കൂളുകളാണ് പ്രകടിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ പ്രായോഗികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അത് ഈ പറഞ്ഞ പോലെ 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഹാൻഡ് ഗിയർ ഇടുന്ന ബൈക്കുകൾ പാടില്ല, ഓട്ടോമാറ്റിക് ഗിയർ പാടില്ല എന്ന് പറയുന്നു. കാലിൽ ഗിയറുള്ള വാഹനം എന്ന് പറഞ്ഞാൽ 15 വർഷമല്ലാത്ത വാഹനങ്ങൾ ഉണ്ടാവുമല്ലോ, ഇല്ലേ? അപ്പോൾ അതിലെന്താണ് ഒരു അല്ലല്ല, ഓട്ടോമാറ്റിക് ഗിയറുള്ള വാഹനങ്ങൾ വേണം എന്ന് പറയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ പറയുന്നു ഓട്ടോമാറ്റിക് ഗിയറുള്ള വാഹനങ്ങൾ വേണ്ട. പക്ഷെ പിന്നീട് പറയുന്നു ആധുനിക സാങ്കേതിക വിദ്യ അടക്കമുള്ള വാഹനങ്ങൾ വേണം. അതായത് ഈ കാലത്ത് ഓടിക്കുന്ന വാഹനങ്ങളായിരിക്കണം ടെസ്റ്റ് ഉണ്ടാകേണ്ടത്. അത് പഴയ വാഹനങ്ങൾ ഓടിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ നിരത്തിലുള്ള വാഹനങ്ങൾ എന്താണോ അതിലായിരിക്കണം ടെസ്റ്റ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഡ്രൈവിംഗ് സ്കൂളുകാർ പറയുന്ന ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ട് എന്നുള്ളത്, നിലവിൽ 86 ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. അതിൽ 8 എണ്ണം മാത്രമേ സർക്കാരിൻ്റെതായിട്ടുള്ളത്. ബാക്കിയുള്ളത് എങ്ങനെയാണ്? ബാക്കിയുള്ളത് ഈ സ്കൂളുകാർ പൈസ പൂൾ ചെയ്ത് ഗ്രൗണ്ടിന് കൊടുക്കുന്നു. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ സർക്കാർ പറയുന്നു, ഇപ്പോൾ ഗതാഗത മന്ത്രി പറയുന്നത്, അങ്ങനെ ഇപ്പോൾ അവർ എടുത്ത ഗ്രൗണ്ടിൽ വേണ്ട ടെസ്റ്റ് നമ്മളെടുക്കുന്ന ഗ്രൗണ്ടിൽ മതി. അങ്ങനെയാണെങ്കിൽ സർക്കാർ ഈ ഗ്രൗണ്ടുകൾ ഉണ്ടാക്കുമോ? അങ്ങനെയാണെങ്കിൽ പുതിയ പരിഷ്കാരം അനുസരിച്ചുള്ള ടെസ്റ്റുകൾ നടത്താൻ ഇപ്പോഴത്തെ ഗ്രൗണ്ടുകളും പോരാ, കുറച്ചുകൂടി വിസ്താരമുള്ള ഗ്രൗണ്ടുകൾ വേണം. അങ്ങനെ ഒരു 86 ഗ്രൗണ്ട് സർക്കാർ തന്നെ കണ്ടെത്തുമോ എന്നിടത്തുള്ള ഒരു പ്രായോഗിക പ്രശ്നമുണ്ട്. അത് വേഗം ചെയ്യുമോ എന്നുള്ള കാര്യം അറിയണം. അല്ലാതെ ഇത് നടപ്പാക്കാതിരിക്കാൻ ഇനിയും ഒരുപാട് സമയം വേണമെന്ന് പറയുന്ന കാര്യമില്ല. കാരണം ഇതിലെ ഒരു അഴിമതി കണ്ടെത്തി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വേഗം ഈ ഒരു കാര്യത്തിലേക്ക് പോകുന്നത്. മലപ്പുറത്ത് ഒരു മാഫിയ എന്ന് പറയുമ്പോൾ അതിനെ വേറെ രൂപത്തിലാക്കുന്ന പ്രതികരണങ്ങൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളിൽ അടക്കം കണ്ടു. പക്ഷേ മലപ്പുറത്ത് ഒരു RTOയിൽ നിന്ന് 3 കോടി വെട്ടിപ്പ് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്ന് നടത്തിയതിനെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ മന്ത്രി പറഞ്ഞത് അവിടെ അങ്ങനെ നടന്നു എന്നുള്ള. അതെ, അതുപോലെ അപ്പോൾ മലപ്പുറത്തിന് വേറൊരു അർത്ഥത്തിലൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയായാലും ഇത് പരിഷ്കാരം നടത്തിയേ പറ്റൂ. അത് ഇപ്പോഴെങ്കിലും ഇപ്പോൾ ഈ ഗതാഗത മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം നടത്തിയ ചില കാര്യങ്ങൾ ഉണ്ടാക്കിയ നേട്ടം കൂടി പറയണമല്ലോ. ഇപ്പോൾ ഇലക്ട്രിക് ബസ്സുകളുമായി ബന്ധപ്പെട്ട് അത് പ്രോഫിറ്റബിൾ അല്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ സർക്കാരും പാർട്ടിയും എതിർക്കും. അപ്പോൾ ഒരു പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ സർക്കാരിൽ നിന്ന് തന്നെ എതിർപ്പ് വരുന്നു, പാർട്ടിയിൽ നിന്ന് എതിർപ്പ് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ KSRTC ഇപ്പോൾ കുറച്ച് ലാഭത്തിലായി എന്നും കേൾക്കുന്നുണ്ട്. അത് നല്ല കാര്യം, അങ്ങനെ പോട്ടെ. പിന്നെ ഈ ബ്രെത്ത് അനലൈസർ വന്ന ശേഷം ജീവനക്കാർ വാഹനം ഓടിക്കുന്ന ആക്സിഡൻറ്റുകളുടെ എണ്ണം വലിയ രൂപത്തിൽ കുറഞ്ഞു. കഴിഞ്ഞ ഏപ്രിൽ 13 മുമ്പ് 2 ആഴ്ച 33 ആക്സിഡൻറ്റുകളായിരുന്നു കണക്ക്. ഏപ്രിൽ 7 മുതൽ 13 വരെ 35 ആക്സിഡൻറ്റുകൾ എന്നാണ് കണക്ക്. ഈ പരിശോധന തുടങ്ങിയ ശേഷമുള്ള ആക്സിഡൻറ്റുകളുടെ എണ്ണം 25 എണ്ണമായി കുറഞ്ഞിരിക്കുന്നു. നല്ല കാര്യം. അങ്ങനെ പരിഷ്കാരങ്ങൾ വന്ന് കുറച്ചുകൂടി കർശനമാക്കുമ്പോൾ ഒരു നിയമവ്യവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള, റോഡ് നിയമങ്ങൾ പാലിക്കണം എന്ന രൂപത്തിലേക്ക് ആളുകളും എത്തും. അങ്ങനെ ഒരു കൾച്ചർ രൂപപ്പെടും. Meet the editors.